കേരളത്തിന് പുറത്തും മലയാളികൾ ഓണാഘോഷം ഗംഭീരമാക്കുകയാണ്. ഡൽഹിയിൽ മയൂർ വിഹാറിലെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ തിരുവോണ ദിനത്തിൽ പ്രത്യേക പൂജകളും പൂക്കളവും ഓണസദ്യയുമെല്ലാം ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട്. ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരും. ജിഷ്ണു ഗുഡ് മോർണിംഗ്. എന്തായാലും തിരുവോണ ആശംസകൾ. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവനക്കാരോട് എല്ലാവരും പറയുക ഞങ്ങളുടെ നേരിട്ടുള്ള ഈ ആശംസകൾ. എന്തായാലും അവിടുത്തെ മലയാളികളെല്ലാം ആഘോഷ തിരക്കിലാണല്ലോ. ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ പ്രത്യേക ദിനത്തിൽ പ്രത്യേക പൂജകളും ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ചടങ്ങുകൾ, മറ്റ് മലയാളികൾ എങ്ങനെയാണ് ഈ തിരുവോണ ദിനത്തെ വേറിട്ടാക്കുന്നതും മറ്റ് കലാപരിപാടികളൊക്കെ അസോസിയേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാവുമല്ലോ. രാജേഷ്, അശ്വതി, ഗുഡ് മോർണിംഗ്. ഓണാശംസകൾ. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഓണാഘോഷം ഗംഭീരമാണ്. അത് ഡൽഹി ആണെങ്കിലും അല്ല, ഇനി ഇന്ത്യക്ക് പുറത്ത് മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ ഓണം അല്ലെങ്കിൽ വിഷു അത്തരത്തിലുള്ള ആഘോഷങ്ങളെല്ലാം വളരെ ഗംഭീരമായി വളരെ കളറായി ആഘോഷിക്കുകയാണ്. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രമാണ്. ഇവിടെ ഇത്തരത്തിൽ മലയാളി കൂട്ടായ്മകൾ അത്തരത്തിലുള്ള ആഘോഷങ്ങളിലെല്ലാം ഒത്തുചേരുന്നൊരു കേന്ദ്രം കൂടിയാണ് ഈ ഗുരുവായൂരപ്പൻ ക്ഷേത്രം. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം. അത്രയധികം മലയാളികൾ ഈ ഓണദിനത്തിൽ തിരുവോണ ദിനത്തിൽ ക്ഷേത്ര ദർശനത്തിനുമൊപ്പം ഈ ക്ഷേത്രത്തിലേക്കുമായി എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ പൂക്കളം തയ്യാറാക്കിയിട്ട് കാണാം. രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ചുകൊണ്ടുള്ള വലിയൊരു പൂക്കളം തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ, കൂടാതെ ഓണസദ്യ. ഓണമെന്ന് പറയുമ്പോൾ സദ്യയും അത്രയധികം ഗംഭീരമാണല്ലോ. ഓണസദ്യ അത്തരത്തിൽ വലിയ ആഘോഷ പരിപാടികളാണ് ഡൽഹിയിലും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടിയുണ്ട്. നമ്മോട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുന്ന ഇത്തരത്തിൽ ആഘോഷ പരിപാടികൾക്ക് വേദിയൊരുക്കുന്ന ആൾക്കാർ കൂടിയാണ്. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് ഈ ഒരു ഓണാഘോഷം? നമ്മളിപ്പോൾ സംസാരിച്ചത് കേരളത്തിന് പുറത്താണെങ്കിലും ഓണവും വിഷു അത്തരത്തിൽ ആഘോഷമെല്ലാം കേരളത്തെക്കാൾ കളറായി ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. കേരളത്തിലേക്കാട്ടിലെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഡൽഹിയിൽ ഓണം ആഘോഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളികളാണ് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കളർഫുൾ ഓണം അവരാണ് ആഘോഷിക്കുന്നത്. ഈ പൂക്കളം തന്നെ അതിനൊരു സാക്ഷിയാണ്. അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ജനസമുദ്രം വന്ന് നിറയാൻ പോവുകയാണ്. വളരെ ഗംഭീരമായ രീതിയിൽ കളർഫുൾ ഡ്രസ്സ്, പല രീതിയിലുള്ള വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ ധരിച്ചിട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ കേരളത്തെ മറന്നു പോവുകയാണ്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് കണ്ണൻ്റെ മുമ്പിൽ ഓണം ആഘോഷം. എങ്ങനെയുണ്ട് കേട്ടാ ഡൽഹിയിലെ ഓണാഘോഷം? എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളത്? ക്ഷേത്രത്തിൽ നടത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഓണം ഇതെന്ന് പറഞ്ഞാൽ ഡൽഹിക്കാരുടെ ഓണം എന്ന് പറഞ്ഞാൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഗംഭീരമായ പരിപാടികളാണ്. അതായത് ഒരു 7500-8000 പേർക്കുള്ള വിഭവസമൃദ്ധമായ ഓണസദ്യ, പിന്നെ പൂക്കളം, അതേപോലെ കൾച്ചറൽ പരിപാടികൾ, തിരുവാതിര, നാടൻ കലാരൂപങ്ങൾ, എല്ലാവിധ അറേഞ്ച്മെന്റ്സും ഓൾറെഡി അറേഞ്ച്. ഓണത്തിന് നാട് മിസ് ചെയ്യാറുണ്ടോ? കേരളം വിട്ട പ്രവാസികളായ മലയാളികൾക്ക് സ്വന്തം ഒരു ഓണപ്പാട്ടോട് കൂടി അവസാനിപ്പിക്കാം. ശ്രാവണമേ ഈ വഴിയേ പൂവണി തേടി പോവുകയോ, കുറുമൊഴി മലരേ വിടരൂ, സുരഭിലയാ തളിരുലകും താമരയിൽ, തളിരുലകും താമരയിൽ. താങ്ക് യു. അത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് പുറത്തും ഓണം വലിയ ആഘോഷമാക്കി മാറ്റുകയാണ്. പൂക്കളമുണ്ട്, ഓണസദ്യ, ഒപ്പം മലയാളികളായിട്ടുള്ള ആളുകൾ ആ ദൃശ്യങ്ങളിൽ കാണാം. അത്രയധികം ആളുകൾ ഈ ഒരു ആഘോഷ പരിപാടികൾ പങ്കെടുക്കുന്നതിനായി ഒത്തുചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ഈ ആഘോഷ പരിപാടികൾക്കൊരു വെല്ലുവിളിയാകുമോ എന്ന ഭയമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മഴയും ഡൽഹിയിൽ ഓറഞ്ച് അലേർട്ടുമെല്ലാം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ന് മഴ മാറി നിൽക്കുകയാണ്. രാജേഷ്, അശ്വതി.